ടെക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഞാൻ ഇന്ന് വന്നിരിക്കുന്നതെന്ന് പറയുമ്പോൾ കരിമീനെ കൊണ്ടൊരു അടിപൊളി ഫ്രൈ ആയിട്ടാണ്. അപ്പോൾ നമുക്കിനി നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നന്നായി കഴുകി വൃത്തിയായി കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ കരിമീനിൽ നമ്മളിതുപോലെ വരയിട്ട് വെച്ചിട്ടുണ്ട്. മസാല നന്നായി പിടിക്കാനാണ് വരയിട്ട് വെച്ചത്. നമുക്ക് തയ്യാറാക്കാം. 1 സ്പൂൺ മുളക് പൊടി ഇടുക, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇനി ഇതിലേക്ക് നമുക്ക് കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. കുറച്ച് നാരങ്ങ നീര് ചേർത്ത് കൊടുക്കുക. ഇനി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. മീനിൽ തേച്ച് പിടിപ്പിക്കുക. മസാല പിടിക്കാനായി വെക്കാം. ഒരു പാന് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക. നന്നായി ഫ്രൈ ചെയ്തെടുക്കുക. ഇനി ഇവിടെ നന്നായി ഫ്രൈ ആയിട്ട് വരുന്നുണ്ട്. നമ്മളെ മീൻ നന്നായി ഫ്രൈ ആയിട്ടുണ്ട്. തയ്യാറാക്കാൻ നമ്മൾ ഇതുപോലെ സവാള അരിഞ്ഞെടുത്തിട്ടുണ്ട്. 4 അള്ളി വെളുത്തുള്ളി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിന് നമുക്കൊന്ന് ചതച്ചെടുക്കാം. തയ്യാറാക്കാൻ നമുക്ക് ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. ഇതിലേക്ക് ഇടാം. നന്നായി ഇത് ഇളക്കി കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും മല്ലിച്ചപ്പും കൂടി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. ചില്ലി സോസ് കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. മസാല കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 സ്പൂൺ കുരുമുളക് കൂടി, ആവശ്യത്തിന് ഉപ്പ്. നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇവിടെ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പം നമ്മളൊരു വാഴയില എടുത്ത് വെച്ചിട്ടുണ്ട്. കുറച്ച് മസാല നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതുപോലെ നിരപ്പാക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കരിമീൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിൻ്റെ മുകളിൽ ചേർത്ത് കൊടുക്കുക. എല്ലായിടത്തും നന്നായി എത്തിച്ചു കൊടുക്കുക. നന്നായി നമുക്ക് മടക്കി കൊടുക്കാം. നന്നായി ഇലയിൽ പൊതിഞ്ഞ് ഇനി നമുക്ക് ഫ്രൈ പാനിൽ തിരിച്ച് മറിച്ച് ഫ്രൈ ചെയ്തെടുക്കാം. നമുക്ക് തിരിച്ചിട്ട് ഫ്രൈ ചെയ്യാം. കരിമീൻ ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. നല്ല സ്മെല്ല് വരുന്നുണ്ട്. ഇതെല്ലാവരും വീട്ടിൽ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന വിചാരിക്കുന്നു. അതുപോലെ തന്നെ നമ്മളെ ഇന്നത്തെ ഡിഷ് എല്ലാവരും വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, നമ്മളെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഒരു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്കിനി നെക്സ്റ്റ് വീഡിയോ കാണാം. ഗുഡ് ബൈ.